ഞങ്ങളിങ്ങനെ കുറച്ച് സമയം ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന് കളിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു പെട്ടിയുണ്ട്, അതിനകത്ത് ചേച്ചിമാരുടെ കളിക്കുന്ന സാധനമുണ്ട്, കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ കളിക്കുന്ന സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേച്ചിമാരുടെ ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മൾ വേസ്റ്റിലിടുന്ന സാധനങ്ങൾ വരെ ഇതിനകത്ത് കണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഇവന് നമ്മൾ കൊടുക്കുമ്പം ഹാംഫുള്ളാണ്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് സെറ്റ് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇന്നിത് സെറ്റ് ചെയ്യാൻ പോവാം, കണ്ടല്ലോ. അപ്പോൾ ഇവന് ഹാംഫുള്ളായിട്ടുള്ളത് ഇവൻ തന്നെ കുറേ അവൻ തന്നെ കുറേ എടുത്തിട്ട് വായിൽ വെക്കാനുള്ള ഉദ്ദേശമാണ് അവൻ്റെ. ആ വായിൽ വെക്കാൻ പോകുമ്പോഴേക്കും ഞാൻ എടുക്കും. ഹാംഫുള്ളായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കളയേണ്ട ത്രോയിറ്റായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, കാരണം ഇപ്പോൾ അവന് വായിൽ വെക്കുന്ന ഒരു ടൈമാണല്ലോ, ഏജാണ്. പക്ഷെ ഇതിങ്ങനെ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടിങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ അവൻ കുറച്ചും കൂടി വാമപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. വലിയ ഡേഞ്ചറസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കാറുണ്ട്. അവനപ്പോൾ ഹാപ്പി ആവുകയും ചെയ്യും. അവനെ നമ്മൾ ഒന്നിനും സമ്മതിക്കാണ്ട് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവന് ഒരു മോട്ടോർ സ്കിൽസ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുകയില്ല, കണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്, കണ്ടല്ലോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് അവൻ. എല്ലാ കുഞ്ഞുങ്ങളും ഒബ്വിയസ്ലി ഇങ്ങനെ തന്നെയായിരിക്കും. എല്ലാ സാധനം എന്ത് കിട്ടിയാലും വായിൽ വയ്ക്കുന്നത്, കണ്ടല്ലോ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയുടെ മോൻ എവിടെയാ? അപ്പം എവിടെയാന്ന് ചോദിക്കുമ്പം അപ്പനെ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഫോട്ടോ ഉണ്ട്, ഫോട്ടോയിലും നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇരിക്കുന്നിടത്ത്. അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കാറുണ്ട് ആൾ. അപ്പ ബ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 8 മാസം കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞു വാവയ്ക്ക് 8 മാസം കഴിഞ്ഞ് ഇനി 9ാം മാസത്തെ കുത്തിയപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയമായി വരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതൊന്നും അത്ര വലിയ ഡേഞ്ചറസ് അല്ല കേട്ടോ. പിന്നെ അവന് 2 കുഞ്ഞി പല്ലൊക്കെ, താഴത്തെ നിരയിൽ 2 കുഞ്ഞി പല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇതപ്പോൾ അവൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ള ഉറക്കവും കഴിഞ്ഞ് അവൻ കളിക്കാനുള്ള ടൈം കേട്ടോ, പ്ലേ ടൈം. ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇവനെ കുറച്ച് ചോറോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കും. ലാലല്ല കണ്ട, ഇതൊക്കെ അവന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. യൂണിക്കോണൊക്കെ ഇതുപോലെ തന്നെ കുറച്ച് കണ്ടല്ലോ. അവിടെ ഒരു ഷാർക്കിൻ്റെ അതുണ്ട്, പിന്നെ ഒരു ഡോഗുണ്ട്, പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കിലുക്കട്ടം പോലത്തെ ഒരു ഫുൾ സെറ്റൊക്കെ അവന് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് കിട്ടിയ സാധനങ്ങളാണ് മെജോറിറ്റി ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിരുന്നത്. കിലുക്കട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കണ്ട, ഇതൊക്കെ നമ്മളിപ്പോൾ ഈ അടുത്ത് മേടിച്ചതാണ്. കണ്ട, പിന്നെ ഇവരുടെ കിച്ചൺ സെറ്റ് സാധനങ്ങളിൽ ഉൾപ്പെട്ടതാട്ടോ ഇതൊക്കെ ഓൾറെഡി നമ്മുടെ അബിഗയിലിന് ഉണ്ടായിരുന്നതാണ്. ഇതേപോലെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് അങ്ങനെ കിട്ടിയായിരുന്നു. അതൊരു ബോക്സിലാക്കി കിട്ടിയതാട്ടോ. ഇനിയുണ്ട് കളിപ്പാട്ടങ്ങൾ, കിളിക്കെട്ടത്തിൻ്റെയൊക്കെ സെറ്റ് കാണുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒരൊറ്റൊരു ബോക്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി
സംഭവങ്ങളൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാം. അല്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ ബാറ്ററി ഇടുന്നത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കി ലൈറ്റ് കത്തി നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിന് ബാറ്ററിയൊക്കെ ഞങ്ങൾ 2 പ്രാവശ്യം മേടിച്ചിട്ട് ഏകദേശം ഒരു 3 ബാറ്ററിയോ 4 ബാറ്ററിയൊക്കെ വേണം ഇതിനൊക്കെ. സംഭവം ബാറ്ററി നമുക്ക് നല്ല അധികം സമയം ഓടില്ല നമ്മൾ മേടിക്കുന്ന ബാറ്ററിയുടെ. 2-3 പ്രാവശ്യം ഞങ്ങൾ മേടിച്ചിട്ടു. ഇത് പെട്ടെന്ന് ഇതൊക്കെ തീരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. കാക്ടസ്, ഡാൻസിങ് കാക്ടസാണ്. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് റീചാർജ് ചെയ്യണമായതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ നല്ലതാണ്. ഇനിയും ഉണ്ട് കേട്ടോ ടോയ്സ്, അവിടെ നിന്നൊക്കെ പിറക്കി എടുക്കണം. അതും ഒരു ചടങ്ങാണ്. ഈ ഹാംഫുള്ളായിട്ടുള്ളതൊക്കെ ഈ വേറെ ചെറിയ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് ഇതാണ്. കണ്ടല്ലോ, ഞാനിതൊക്കെ ഇങ്ങനെ പിറക്കി എടുക്കേണ്ടി വരുന്നേ. ഉള്ള കുഞ്ഞിതൊക്കെ പെറുക്കി കൂട്ടിക്കോളും.